എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴായി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തന്റെ കീഴിലേക്ക് പോവാം. മത്സരം കടുക്കും. ഇന്നലെ തോറ്റത് ഓർമ്മയുണ്ടോ? അതിന്റെ വിഷമമുണ്ടോ? ഒരിക്കലും. എന്നാ തിരിച്ചു വരണം കേട്ടോ. തിരിച്ചു വരണം എന്നല്ല, തിരിച്ചു വന്നിരിക്കും. ഹെഡ് അങ്ങനെ മാറിക്കണോ? ഫുള്ള് എടുത്തിട്ട് ജയിച്ചു എന്ന് പറയാ. മാറ്റി നിർത്തിയിട്ട് എന്ത് മത്സരം? അല്ല, നീ അവിടെ ഇരുന്നോ, നീ മത്സരിക്കണ്ട. ഞാൻ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് മത്സരം? ഞാൻ ജയിച്ചിട്ട് നോക്കാം. കളിയുടെ കളി. ബൈസൺ ധ്രുവ് വിക്രം നായകനാവുന്ന സിനിമയുടെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നതാണ്. മാരി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമ 2024 തന്നെ എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെ, പാരഞ്ജിത്താണ് ഇതിന്റെ പ്രസൻസ്. ഓക്കെ, അടുത്ത കിഴി. ഭരതനാട്യം സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ മോശമില്ലാത്ത അഭിപ്രായമൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മിക്സഡ് ആയിരുന്നു. എന്തായാലും ഷൈജു കുറുപ്പും പിന്നെ നമ്മുടെ സായികുമാറും പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. സിനിമ മനോരമ മാക്സിൽ 27-ാം തീയതി വരും, സെപ്റ്റംബർ 27. ഓക്കെ. അടുത്തത് തരൂ. അടുത്തത് ഇപ്പൊ തരാം. ബഡേ മിയാൻ ചോട്ടേ മിയാൻ. ഇത് തീർന്നില്ലേ? ഇത് സിനിമയെ കുറിച്ചല്ല നമ്മൾ പറയാനുള്ളത്. വേറെ കാര്യമുണ്ട്. ഇതിന്റെ പോസ്റ്റേഴ്സും ഇതിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കുറിച്ചൊരു എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം വരില്ല എന്നുള്ളതായിരുന്നു മനസ്സിലായി. അതങ്ങനെ അതിന്റെ പോസ്റ്റർ ഒന്നും സ്പെഷ്യൽ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇതുവരെ തീർന്നില്ലേ? തീരൂല, ഇത് തീരാത്ത സംഭവം. ഇതിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർക്ക് എതിരെ കേസ് കൊടുത്തേക്കുക. ശരി. സിനിമയുടെ പ്രതിഫലം 7.5 കോടി, അതായത് 7.5 കോടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ചെയ്ത ജോലിക്ക് സാലറി എന്താണെങ്കിലും അത് ചോദിക്കാൻ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ. അയാളെ കിടപ്പാടം വരെ വിറ്റു എന്നാണ് കേട്ടത്. ആ സമയത്ത് പോയിട്ട് 7.5 കോടി ഇനിയും വേണമെന്ന് പറഞ്ഞ ആ മനസ്സ് ആളിങ്ങനെ വന്ന് നിൽക്കും. എന്നാ എടുത്തോ, ഈ ഒരു ഇതും കൂടി ഉള്ളൂ. ബാക്കി പാവം എന്ത് പ്രതീക്ഷയിലായിരിക്കും എത്ര കോടി മുടക്കിയിരിക്കുന്നത്. പോയിട്ട് അക്ഷയകുമാറിന്റെ മേടിക്കും 7.5 കോടി. എന്തിന് പ്രതീക്ഷിച്ചു എന്നുള്ള ചോദ്യം. ആരൊക്കെയാണ്? അക്ഷയകുമാറും ടൈഗർ ഷ്രോഫും. അല്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഇത്രയും ബഡ്ജറ്റ് മുടക്കിയത് പോയത് മൊത്തം അങ്ങേറയിൽ പോയി മേടിക്കണം. അക്ഷയകുമാറിന്റെ അണ്ണാക്കിലേക്കാണ് പൈസ ഇട്ടുകൊടുത്തേക്കുന്നത്. 200 സംതിങ് തിന്നത്. ഓക്കെ, എന്തായാലും അതിൽ നിന്നൊരു 7.5 കൊടുക്കാല്ലേ. പിന്നെന്താ, ഈ പാവം പിടിച്ച മനുഷ്യനെ തന്നെ ഇനിയും പോയി തിന്നാന്ന് പറഞ്ഞുള്ള അവസ്ഥ. അല്ലെ, നമ്മുടെ ഈ 2 നായകന്മാർക്ക് മാത്രം കൊടുത്താൽ പോരാ, പൃഥ്വിരാജിനും കൂടി കൊടുക്കണം. പൃഥ്വിരാജ് അതിലേ ഒരു സമയത്ത് ഹായ് ഗായ്സ് എന്ന് പറഞ്ഞൊരു സീനുണ്ട്. ആ സമയത്ത് ആടി ഇങ്ങനെ വരില്ലേ, ദിലീപിന്റെ അടിപൊളി മണിച്ചേട്ടന് പറയല്ലോ ഇത്ര കാട്ടം വേണ്ടാന്ന്. ഭയങ്കര ആട്ടമാണ് അതില്. ഓക്കെ, അടുത്ത കിഴി. ഹരിഹര വീര മല്ലു പാർട്ട് 1 സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ പവൻ കല്യാൺ നായകനാവുന്ന വമ്പൻ സിനിമ കേട്ടോ, ബിഗ് ബഡ്ജറ്റ് മൂവി. സിനിമയുടെ റിലീസ് ഡേറ്റ് പറയുന്നത് മാർച്ച് 28, 2025. ഓക്കെ. പോസ്റ്റർ ഇന്നലെ വന്ന പോസ്റ്ററാണ്. പാർട്ട് 1 ഇന്നലെ ഇതിൻ്റെ ഷൂട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. വിജയവാഡയിൽ. ലാപത ലേഡീസ് സിനിമ ഓസ്കാർ നോമിനേഷനിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി 2025 ഓസ്കാറിലേക്കാണ് കേട്ടോ മത്സരിക്കാൻ പോണത്. കിരൺ റാവു ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമീർ ഖാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സിനിമയാണ്. നീ കണ്ടോ? അല്ലല്ലോ. ഇല്ല. അടിപൊളി പടം. ഓക്കെ, അടുത്ത കിഴി. ഗെയിം ചേഞ്ചർ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് നാളെ, അതായത് സെപ്റ്റംബർ 25 വരും. എന്തായിരിക്കും എന്നറിയോ? റിലീസ് ഡേറ്റ് വരാൻ സാധ്യത. അതും കൂടെ ഇറങ്ങിയിട്ട് വേണം ഒരാളെ ഇവിടുന്ന് നാട് കടത്താൻ. ശങ്കറിനെ ഇന്ത്യൻ സിനിമയുടെ അങ്ങനെയല്ല, ആളെന്നെ കടന്നോളൂ. സത്യമായിട്ട് ഇനി ഞാനില്ലാന്ന്. എന്തായാലും ഡിസംബർ 20 ഇതിന്റെ റിലീസ് ഡേറ്റ് പറയുന്നത്. ഡയറക്ടറായിരുന്നു. അടുത്തത് നിതിലൻ സ്വാമിനാഥൻ മമ്മൂക്ക മൂവി.
അത് ശരി. അല്ല വേറെ കാര്യം പറയാൻ കേട്ടോ, ഗെയിം ചേഞ്ചറിന്റെ സ്റ്റോറി നമ്മുടെ കാർത്തിക് സുബരാജാണ്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട്, നമ്മൾ അത് മാറ്റി വെക്കുന്നില്ല. പക്ഷെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ചെയ്യുന്നത് മേക്കിംഗ് പഴയ രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണുള്ള പ്രശ്നമുള്ളത്. എന്താണെങ്കിലും മമ്മൂക്ക നിതിലൻ സ്വാമിദാനം മൂവി വരുമെന്നാണ് കേൾക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള റൂമറുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ, സോഷ്യൽ മീഡിയ റൂമറാണ്. യെസ്, തമിഴും മലയാളവും ബില്ലിംഗൽ മൂവി ആയിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും മഹാരാജ എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ. അപ്പൊ ആള് മറ്റേത് അനൗൺസ് ചെയ്തിട്ടില്ലേ, മഹാറാണി? ഇല്ല, അതായിരിക്കും എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ നയൻതാരയെ വെച്ചിട്ടുള്ള അടുത്ത സിനിമ ആയിരിക്കും, അതായത് മഹാറാണി എന്നുള്ളത്. അത് സോഷ്യൽ മീഡിയ റൂമർ തന്നെ, അതേപോലെ തന്നെ ഉള്ളതാണ് ഇപ്പൊ ഇത്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ സംഭവിക്കുന്നത്. 2026 ഇതിന്റെ റിലീസ് ഡേറ്റ് പറയുന്നത്. ആരൊക്കെയാണ് അതൊക്കെ അടിച്ചുകൊടുക്കുന്നത്? ഓക്കെ, അടുത്തത് സൂര്യ 45. അതായത് അമൽ നീരദ് ഈ സിനിമ സംവിധാനം ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് അറ്റ്ലി ചെയ്യും എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വേറെ ആൾ വന്നിട്ടുണ്ട്. എന്തായാലും RJ ബാലാജി ഈ സിനിമ സംവിധാനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇവര് തന്നെ അടിച്ചിറക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒഫീഷ്യൽ ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് വിശ്വസിക്കാം. എന്താണെന്നറിയോ, ഇത് നമ്മൾ ആ രീതിയിൽ വിശ്വസിക്കാത്തത്, സൂര്യ ഫാൻസിൻ്റെ ചില ടീംസ് നമുക്ക് അയച്ച മെസ്സേജ് ഇത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. എന്താണ് നോക്കാം. അടുത്തത് ജയ്സൺ സഞ്ജയ്, സന്ദീപ് കിഷൻ. സിനിമയില് മ്യൂസിക് തമനായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഒരു ക്രിക്കറ്റ് ബേസ്ഡ് സ്റ്റോറി ആയിരിക്കും എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അടുത്ത കിഴി അജയന്റെ രണ്ടാം മോഷണം. ARM സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള, അതായത് ഈ ടീം പ്രഖ്യാപിച്ച കണക്ക് 11 ദിവസം 87 കോടി ഗ്രോസ് ലോകത്തിൽ മൊത്തത്തിൽ കിട്ടിയെന്നുള്ളതാണ്, വേൾഡ് വൈഡ്. എന്നാൽ അല്ലാതെ ട്രാക്കഡ് സംഭവം 70 കോടി കേട്ടോ, 11 ദിവസം. ഓക്കെ. അടുത്തത് ഇന്നൊരു സോങ് വരുന്നുണ്ടല്ലേ? ഇന്ന് 5 മണിക്ക് പറയാൻ മറന്നുപോയി. കിഷ്കിന്ദ കാണ്ഡം. സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ ട്രാക്കിൽ കാണിക്കുന്നത് 48 CR. എന്തായാലും ഇന്നത്തെ ദിവസം കൊണ്ട് അത് 50 കോടിയിലേക്ക് എത്തും. ആസിഫ് അലിയുടെ കരിയറിലെ ആദ്യത്തെ 50 കോടി. അതെന്തായാലും ഗംഭീരമായിട്ടോ. കയറി വാടാ മോനെ, കയറി വാ അല്ലേ? പിന്നെന്താ, നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ആസിഫ് അലിക്ക് ഇത്രയും ഒരു പൊട്ടൻഷ്യലുള്ള നടനെ എന്തുകൊണ്ട് ഇങ്ങനത്തെ വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നില്ല? വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ സിനിമകളും ഉണ്ടാവുക. അതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ചെറിയ സിനിമകളിൽ ഇങ്ങനെ ഒതുങ്ങി പോകും. നായകനായിട്ടാണെങ്കിൽ അതും ഗംഭീര പെർഫോമൻസും ആയിരിക്കും, പക്ഷെ ഒരു വലിയ സിനിമയിലേക്ക് എത്തൂല്ല. അല്ലേ, നല്ല അഭിപ്രായങ്ങൾ നേടിയ ഒരുപാട് സിനിമകൾ ഇതിനു മുൻപുണ്ട്, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു കളക്ഷൻ എത്തൂല. അതെപ്പോഴും ആ കളക്ഷൻ എപ്പോഴും കൊണ്ടുവന്നത് ഒരു 10 കോടി 8 കോടി അതൊക്കെ 20 കോടിന്റെ ഉള്ളിലേ നിൽക്കുള്ളൂ. തലവനാണ് 20 കോടി, അതായത് 24 സംതിങ് വന്നത്. അതും പറയാ, തലവന് തന്നെ എജാതി പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. ഭയങ്കര റിപ്പോർട്ടുകളായിരുന്നു പോസിറ്റീവ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് സത്യം. അതെ, പക്ഷെ അല്ലാണ്ട് ഒരുവിധം നോക്കുകയാണെങ്കിൽ ഗംഭീര അഭിപ്രായമായിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും അതിന് 24 ആയിരുന്നു. കൂമൻ 20 കഴിഞ്ഞിട്ടില്ല. എത്ര ഗംഭീര സിനിമ കൂമൻ എന്നിട്ട് 20 എത്തിയിട്ടില്ല അല്ലേ? അത് ഇപ്പോഴാണ് ശരിയായ ട്രാക്കിലേക്ക് ആസിഫ് അലി വന്നത്. അതായത് ആ പണ്ടത്തെ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ബോക്സ് ഓഫീസ് പവർ, വൈബിലേക്ക് എത്തണം. ഹണിബീൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ബോക്സ് ഓഫീസ് പവർ ഉണ്ട്, അത് തിരിച്ചെത്തി. ഇനിയിപ്പോൾ വരാനുള്ള സിനിമകളും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീകരം തന്നെയാണ്, അതായത് മുകളിലേക്ക് തന്നെയായിരിക്കും. അടുത്തത് മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവി. സിനിമ 25-ാം തീയതി, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യും. പൂജ നാളെ. ഓക്കെ, നാളെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റും വരും. നാഗർകോവിൽ 2 ആഴ്ചത്തെ ഷൂട്ടാണ് നാഗർകോവിലുള്ളത്. അതിനുശേഷം ഇവർ തിരിച്ചെത്തും. ഓക്കെ. അടുത്തത് ബെൻസ്. അതായത് ലോറൻസ് നായകനാവുന്ന സിനിമ. പ്രിയങ്ക മോഹനാണ് നായികയായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് കേൾക്കുന്നത് കേട്ടോ. ഭാഗ്യരാജ് കണ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകേഷ്. ഇനി വരാനുള്ള LCU മൂവി ഇതാണ്, ബെൻസ്.
ആളല്ല സംവിധാനം ചെയ്യുന്നത് അല്ലേ? ആളാണ്. ആളുടെ സ്ക്രിപ്റ്റും പ്രൊഡക്ഷനും ആളാണ് ലോകേഷ്. ആളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ നമ്മുടെ ഭാഗ്യരാജ് കണ്ണൻ? അതെ അതെ. റെമോ സംവിധാനം ചെയ്ത റെമോ ഡയറക്ടർ. ഓക്കെ, അടുത്ത കിഴി ഐവ പുഷ്പ 2. താഴത്തുള്ള പുഷ്പ 2 സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ. അതായത് ഇനി 75 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഡിസംബർ 6 അതായത് നമ്മുടെ റഫീഖിന്റെ ബർത്ത്ഡേക്ക്. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട, 75 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ബർത്ത്ഡേ ഉറപ്പിച്ചു, ബർത്ത്ഡേ ഉറപ്പിച്ചു, അത് ഉറപ്പിച്ചു തന്നെ മാറ്റില്ലല്ലോ ഇത്. അതെ, അത് ഹെവി പറയാൻ പറ്റില്ല. ആ സമയത്തായിരിക്കും ചിലപ്പോ 2 ദിവസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ടെന്ന് പറയാം. വേറെ സ്ഥിരം പരിപാടി ഇതൊക്കെയാണ്. അത് സംബന്ധം അറിയോ, ഇവര് വേറെ വലിയ സിനിമകള് കാണും, അപ്പൊ മാറ്റങ്ങൾ വരുത്തണം, കൂടി ഒന്ന് ഉൾപ്പെടുത്തിയാൽ കൊള്ളാം എന്നാണ് തോന്നുന്നു. അപ്പം അങ്ങനെ മാറ്റി ആ പ്രൊഡ്യൂസർ ഏതോ മൂലക്ക് ഇരിക്കുന്നുണ്ടെന്ന് കേട്ടു. പ്രൊഡ്യൂസർ പിന്നെ അതിന് റെഡിയാ, നമ്മുടെ അല്ലു അർജുൻ അല്ലേ. പിന്നെ എന്താ അറിയോ, ഈ മുടക്കുന്നത് 2-3 ദിവസം കൊണ്ട് തന്നെ കിട്ടും. അത് ആൾക്കറിയാം പടം എങ്ങനെയുണ്ട് എന്നല്ല. പിന്നെ അതിന്റെ പുറത്തൊരു നാഷണൽ അവാർഡും കിട്ടും. പിന്നെ ഇപ്പൊ എന്തോ പ്രശ്നമാണ്. ഗംഭീരല്ലേ? കിട്ടി, ഉറപ്പിച്ചു കൊടുത്തു. എന്താണ് ലവ് ആക്ഷൻ ഡ്രാമയില് പറയില്ലേ, എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വളരെ തന്നെ വരുന്നതായിരിക്കും. ബൈ.